ഇന്നത്തെ ട്രിപ്പിന് പ്രത്യേകത ഗൈസ്. അതാ ഡിക്കി കറിയിക്കണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. നമ്മൾ ഊട്ടിയിൽ എത്തിയിട്ടുണ്ട്. ഊട്ടിന്റെ ചായ കുടിച്ചു അല്ലേ? അതെ ഗൈസ്, നമ്മള് ചായ ഒക്കെ കുടിച്ച് ഇറങ്ങിയാണ്. നമ്മളെ ട്രിപ്പ് 3 നമ്മള് രാവിലെ തന്നെ ഇവിടുന്ന് മറ്റേ ഫ്രഷ് അപ്പ് ആയിട്ടുണ്ട്. അങ്ങനെ ചായ കുടിച്ചു. ഫ്രഷ് അപ്പ് വീട് എടുത്തിട്ടില്ല, കാരണം ടയർഡിന് എല്ലാവരും. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നമ്മള് പോയി ഊട്ടിയിലെ ഏതെങ്കിലും ലൊക്കേഷനിലൊക്കെ പോയി കാണാനായിട്ട് എല്ലാവരും ഊട്ടി കണ്ടല്ല, ഒരു വൈബിൽ പോകുന്നതാണ്. സത്യം പറഞ്ഞാൽ ഊട്ടി കാണാത്ത നമ്മള് ബസ്സിലാണ് വന്നിട്ടുള്ള ഒന്നാമത്. ബൈക്ക് ഞങ്ങൾ ബൈക്ക് പോകുന്നത്, നമ്മളെല്ലാവരും ഇപ്പൊ ബസ്സിലല്ലേ പോകുന്നത്. അപ്പൊ കാറിൽ ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് എത്താത്ത ഏരിയകൾക്കൊക്കെ പോകാനാണ് നിങ്ങളെ പ്ലാന്. അപ്പൊ എന്നാലും ഉമ്മ ഓരൊക്കെ ഇങ്ങനെ സീറ്റ് അറേഞ്ച് ചെയ്തോണ്ടിരിക്കണം എല്ലാരും ഓരോ സ്ഥലത്ത്. എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ചെറിയ മിനി വ്ളോഗ്സ് ഞാൻ ഇങ്ങനെ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാനാണ്. എല്ലാരും കൂടി ടീ ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്. ബാബു ഇത് അവിടെ നിന്ന് നടന്നു ഫുള്ളു ടൈപ്പാണ്. ഞങ്ങൾ ഒന്നാമത് 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്നാലും ഇവിടുത്തെ ചായ അല്ലേ ബാബു, ചായ കുടിക്കാനായിട്ട് ഇവിടെ നഗം നടക്കാൻ വരികയാണ്. എന്തായാലും നടന്നോക്കാം. ഇന്നത്തെ ട്രിപ്പിന് പ്രത്യേകത ഗൈസ്. ഞാനും മൈലാഞ്ചി കൊടുക്ക ചായയാണത്. ഞാനും ഉമ്മയും ബിന്ദുവും ഏകദേശം ഒരേ കളറാ. ഞാനും ബിന്ദു ഒരേ കളറാ, ഉമ്മ അതേമാതിരി കളറാ. അപ്പൊ നമുക്ക് ഉള്ളിൽ പോയോക്കാം. ചായയാണ് മെയിനായിട്ട് നോക്കണത്, ചോക്ലേറ്റും അത്ര തന്നെ. നടന്നൂടി പെണ്ണുങ്ങളെ. ഗൂഗിൾ പേ ഓൺലൈൻ മാത്രമേ എത്രയാണ്? മോലാളി മുമ്പേ അടക്കി, ഞാൻ ബാക്കി വരാം. ഇമ്മയും ബിന്ദി സീനു മുന്നിലാണ് കേട്ടോ. ചാരു ബാക്കിലുണ്ട്. ഇവിടെയാണ് തേയിലിന്റെ പ്രോസസ്സിങ് നടക്കുന്നത്. തേയില ഉണ്ടാവണ പ്രോസസ്സിങ് കേട്ടോ. ഒന്നാമത് കണ്ടതാണ്, അതോടെ ഞാൻ പിന്നെ കാണിക്കാത്തത്. ഗൈസ്, തേയിലന്റെ ഓരോ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടിരുന്നത് പച്ചയിലായിരുന്നു കേട്ടോ. അപ്പൊ അതിങ്ങനെ കിടന്നുകാണ്ട് പൊടിഞ്ഞുണ്ടാവണമാണ് കാണുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ടീ ഫാക്ടറിന്റെ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ എങ്ങനെയാണ് ചായപ്പൊടി ഉണ്ടാവുന്നത് നമുക്ക് ലൈവായിട്ട് ഇങ്ങനെ കണ്ട് ഇതിൽ കൂടെ ഇങ്ങനെ പോയി ഇവിടുന്ന് ആ ചായ കുടിച്ച് ചോക്ലേറ്റ് കഴിച്ച് പോവാം. ഈ മെഷീൻ എന്താ മെഷീനൊക്കെ അറിയില്ല, ആ സംഭവം ഉണങ്ങി പൊടിച്ച് പോവാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോ കളറൊക്കെ മാറിയിട്ടാ. നമ്മൾ നേരത്തെ ഗ്രീൻ ആയിരുന്നു കണ്ടിരുന്നത്, ഇപ്പൊ ഒരു തേയിലന്റെ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ പോയി എന്തെങ്കിലും ആവും എന്താന്ന് എനിക്ക് അറിയില്ല കറക്റ്റ് കേട്ടോ. ഇവിടെ വരെ എങ്ങനെ ആയിട്ടുണ്ട്. ലാസ്റ്റ് ചായപ്പൊടി ആയിട്ട് ഈ മെഷീനിൽ കൂടെ ഇങ്ങനെ വന്നുങ്ങാണ്ട് പൊടിയായി അവിടെ പാക്കായി വീഴാണ് ചെയ്യുന്നുണ്ടോ. അവിടെ പാക്കായിട്ട് ഇങ്ങനെ വീഴും. നമ്മളെ മെയിൻ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്, ചായന്റെ സ്ഥലം. ചായ കുടിച്ചാ പോവാ. ഇതാണ് ഞാൻ പറഞ്ഞ ചായ. ഈ കുഞ്ഞി ഗ്ലാസ്സിന് കിട്ടുന്ന ഈ ചായ ഓരൊക്കെ ഇറങ്ങി വരുന്നുള്ളൂ കേട്ടാ. ഞാൻ കുടിച്ചു നോക്കിയില്ല. നമ്മളുടെ ടീ ഫാക്ടറിന്റെ രണ്ടാമത്തെ ഒരു ഘട്ടം എന്നുള്ളത് ചോക്ലേറ്റ് ഫാക്ടറിയാണ്. അവിടെയാണ് നമ്മളെ ചോക്ലേറ്റ് ഉണ്ടാവുക, ഫ്രീ ചോക്ലേറ്റ് അല്ലേ മിന്ത്യ? അപ്പം ഓരോരുത്തർക്കും ഓരോ ചോക്ലേറ്റ് ഇട്ട് കിട്ടും. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇപ്പൊ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് എല്ലാവരും ഇപ്പൊ നേരെ പോണത് ചോക്ലേറ്റ് ഫാക്ടറിക്കാണ്. പിന്നെ ഇവിടെ അതേ ഉള്ളൂ സത്യം പറയുകയാണെങ്കിൽ. എന്നാലും ആ ഒരു ചോക്ലേറ്റ് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ. സംഭവം രസം കേട്ടോ. ചോക്ലേറ്റ് കഴിഞ്ഞു. ഗൈസ്, അപ്പൊ നമ്മള് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നല്ലൊരു ലൊക്കേഷൻ തിരഞ്ഞ് നടക്കുകയാണ് കേട്ടോ. അത് അടിയിലൊക്കെയാണ്, അവിടെ നല്ല രസം.
അങ്ങനെ ഗൈസ് നമ്മൾ കാട് താണ്ടി മല താണ്ടി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നെയ്ച്ചോറും ചിക്കൻ കറി നെയ്ച്ചോറും ചിക്കൻ കറി ഇന്നത്തെ ഫുഡ്. ഇന്നത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി നല്ല രസത്തിൽ ഫുഡൊക്കെ കഴിച്ചാണ് പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് നമ്മള് നാട്ടിൽ വെച്ച് ഊട്ടി ഞങ്ങള് മിക്ക സ്ഥലവും കണ്ടതാണ് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ അങ്ങനത്തെ പാർക്കും കാര്യങ്ങളൊക്കെ ഒന്നും പോകാത്ത. ലാസ്റ്റ് നമ്മൾ എവിടുക്കാ പോവാ ലാസ്റ്റ് നമ്മളിങ്ങനെ കറങ്ങി ഇങ്ങനെ പ്ലാനിങ് ഇല്ല വൈകുന്നേരത്തത്. ഞങ്ങൾക്ക് എന്താ ഇപ്പൊ മനസ്സ് തോന്നുന്നു അതാ വഴിക്കട എന്തായാലും ഞങ്ങള് ഡ്രസ്സൊക്കെ എത്താൻ വന്നിക്കണത് എല്ലാരും കൂടിച്ചിട്ട് ഞങ്ങൾക്ക് ആർക്കും. പക്ഷെ ഇങ്ങനത്തെ ആൾക്കാർ വേണം കൂടെ. ഇതേമാതിരി ഉറങ്ങണ ആൾക്കാരെ കിട്ടരുത് കേട്ടോ. മരിച്ചില്ല എന്റെ മക്കളായിട്ടല്ലോ ഒളിക്കും ഞങ്ങള്. ബാബു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. പണ്ടാരിന്റെ കുക്ക് വേഷമാവാൻ പോവാണ് കേട്ടോ. മമ്മി ഇതാ അപ്പൊ പാചകം ചെയ്യാൻ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ എടുത്ത കൂട്ടാം. നല്ലൊരു സ്ഥലം കിട്ടിയിരിക്കണേ അല്ല അമ്മ, ഇരിക്കാനും സ്ഥലം നിന്ന് പണിയെടുക്കാം. നല്ലൊരു സ്ഥലം, നല്ല വൈബുള്ളൊരു സ്ഥലം കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ഗൈസ് അപ്പൊ ഇവിടെ നല്ല ഫുഡിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ് കേട്ടോ. നമ്മളുടെ ട്രിപ്പിന്റെ ലാസ്റ്റ് ഡേ ആണ് ഗൈസ്. ചിലപ്പോൾ എന്താവുന്ന കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്താവുന്ന അറിയില്ല. എന്താണ് പണ്ടാരി ചിക്കൻ മജ്ബൂസ് അങ്ങനെ ഞങ്ങളെ ലാസ്റ്റ് ട്രിപ്പിൻ്റെ ഡേ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ലാസ്റ്റ് കുക്കിങ്ങും കൂടിയാണിത്. നല്ലൊരു അടിപൊളി ക്ലൈമറ്റുള്ള സ്പോട്ടിലാണ് നമുക്ക് കിട്ടിയത്. ഇത് തൂതറവട്ടം വഴി പോണ ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത്. നല്ലൊരു സ്പോട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിന്ദിയാണ് ഇതിലേക്ക് ഒന്നിക്കും ഇറങ്ങാച്ചിട്ടുണ്ടായിരുന്നത്. കാരണം വേറെ ഒന്നല്ല ഒക്കെ വെയ്യായിരുന്നു കേട്ടോ തീരെ. അതുകൊണ്ടാണ് ബാക്കി എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ കണ്ടില്ല ഇരുന്നങ്ങാണ്ട് പച്ചക്കറി വെട്ടാണ്. ഉമ്മയാണ് മെയിൻ പണ്ടാരി കേട്ടോ. ഞങ്ങളൊക്കെ കൂടെ വെറുതെ കയ്യാളായി നിന്ന് കൊടുക്കണമെന്നേ ഉള്ളൂ. പിന്നെ കുറേ പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ട്രിപ്പ് തന്നെയാണോ പോയത് അല്ലെങ്കിൽ വെച്ചുണ്ടാക്കി കഴിക്കാനായിട്ട് പോയതാണോ എന്ന്. അത് നിങ്ങൾ ടൂർ പോവാത്തതുകൊണ്ട് തോന്നുകയാണ്. നമുക്ക് പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുന്നതിൻ്റെ കൂടെ തന്നെ ഇതൊക്കെ ഒരു രസമാണ് എല്ലാവരും കൂടി കൂടിങ്ങാണ്ട് കുക്ക് ചെയ്യാന്നൊക്കെ പറയുന്നത്. പിന്നെ വേറൊരു പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ആ ഒരു ടൈമിൽ ചിലപ്പോൾ വേറെ നാട്ടിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടിയില്ല എന്ന് വരും. ഇതാകുമ്പോൾ നമ്മളെ ഇഷ്ടത്തിന് നമ്മളെ എന്താ പറയുക നമുക്ക് തോന്നിയ മാതിരി കുക്ക് ചെയ്ത് നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ ട്രിപ്പിൽ കുക്ക് ചെയ്ത് കഴിക്കാന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കിയത് കേട്ടോ. അതപ്പോൾ നമ്മൾ റോട്ടിൻ്റെ വക്കത്ത് നെയ്ച്ചോറും ചിക്കൻ കറിയില്ലമ്മ, നെയ്ച്ചോറ് ചിക്കൻ വൈതനങ്ങ യാതൊരു കോമ്പിനേഷനും ഇല്ലല്ലമ്മ. വൈതനങ്ങ നെയ്ച്ചോർക്ക് ടൂറ്. അങ്ങനെ ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നല്ല ടേസ്റ്റിൽ ചിന്നുന്നുണ്ട്. വളർന്നു ഉമ്മച്ചൊക്കെ ഇരുന്ന് അതാ ഡിക്കി കറിയിക്കണ്. നൈസ് ഇട്ടാ. ഇത് തമ്പിലേയും വെക്കാൻ പറ്റും.